ഹലോ ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മയുടെ നെഞ്ചുവേദനയുടെ അഭിനയം സൂപ്പറായിട്ട് മുന്നേറുകയാണേ. ആ സമയത്ത് വരുണ് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ എന്തോ അമ്മയെ അവഗണിച്ച പോലെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നെഞ്ചുവേദനയൊക്കെ വന്ന് കിടക്കുന്നതെന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ അവഗണിച്ചെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ തിരക്കുകൾ കൊണ്ട് മാത്രമാണെന്ന് പറയാം കേട്ടോ ഗോവിന്ദൻ. നിങ്ങളെന്ത് മനുഷ്യനാ? നെഞ്ചുവേദന കൊണ്ട് വേദന അനുഭവിക്കുന്ന ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ കണ്ടോ, ഷീലാമ്മയെ പോലെ കണ്ണു വെട്ടിക്കുന്നത് കണ്ടില്ലേ? ഇവരെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുമ്പോൾ രാധികാമ്മ വിചാരിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയാൽ എൻ്റെ കള്ളത്തരം മുഴുവൻ വെളിച്ചത്താവും, ഹോസ്പിറ്റലിൽ പോവാതെ എങ്ങനെ പിടിച്ചു നിൽക്കാന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണേ. ആ സമയം നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട്, മാമി നമ്മളെ വിട്ടു പിരിയാൻ പോവുകയാണേ. ഗീതു പാപ്പയെ മോളെ എന്ന് വിളിക്കണമെങ്കിൽ മാമി മരിക്കണം എന്നല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അമ്മയുടെ അന്ത്യാഭിലാഷം സാധിക്കട്ടെ കാഞ്ചനെ, ഞാനൊന്ന് ആംബുലൻസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതു പറയുന്നുണ്ട്. അല്ലെങ്കിലും ആവശ്യം നേരത്തെ നോക്കുമ്പോൾ ഒരൊറ്റ ആംബുലൻസിന്റെ നമ്പർ പോലും കാണില്ല എന്ന് പറയണേ. ആ സമയം നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, എനിക്കത്ര നെഞ്ചുവേദനയൊന്നും ഇല്ല മോളെ, ചെറിയൊരു വേദനയുള്ളൂ എന്ന് പറയും. ഇത് പറയുന്നുണ്ട്, അപ്പൊ വേദനയുണ്ടല്ലേ, എങ്കിൽ CPR കൊടുക്കണം എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന കാഞ്ചന പറയുന്നുണ്ട്, CPR അതേതാ പാർട്ടി എന്ന് ചോദിക്കണേ. അപ്പൊ രേഖ പറയാണ്, അത് പാർട്ടി ഒന്നല്ല, അത് അറ്റാക്ക് വരുമ്പോൾ കൊടുക്കുന്ന ഒരു പ്രാഥമിക ശുശ്രൂഷയാണെന്ന് പറയണേ. അതെവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാഞ്ചനക്ക. CPR കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രാധികാമ്മയുടെ വയറിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗീതു. ഇത് കാണുമ്പോൾ കാഞ്ചനക്ക ചോദിക്കുന്നുണ്ട്, ഇടിക്കാനാണോ എന്ന് ചോദിക്കണേ. ആദ്യം പമ്പ് ചെയ്യണം, പിന്നെ ഇടി കൊടുക്കണം എന്ന് പറയണേ. നല്ല ഇടി കൊടുക്കണമെങ്കിൽ നമുക്ക് അയ്യപ്പേട്ടനെ വിളിക്കാന്ന് പറയണേ. ഇത് കേൾക്കുന്ന രാധികാമ്മ എണീക്കാണേ. അപ്പൊ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു, അമ്മേ അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഗീതവും കാഞ്ചനക്കയും ഒക്കെ കൂടി പിടിച്ച് കിടത്തുകയാണ് കേട്ടോ. വീണ്ടും ഗീതു രാധികാമ്മയുടെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് CPR കൊടുക്കുമ്പോഴും അയ്യോ അമ്മയെന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ രാധികാമ്മ. അത് കഴിഞ്ഞിട്ട് രാധികാമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇടിക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയതും രാധികാമ്മ എണീറ്റ് ഇരിക്കുകയാണേ. അപ്പൊ രേഖ പറയുന്നുണ്ട്, ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു അമ്മയ്ക്ക്, ഒരു ഏമ്പക്കം പോയപ്പോ റെഡിയായി അല്ല അമ്മേ എന്ന് ചോദിക്കാൻ കേട്ടോ എന്ന് പറയണേ ഉള്ളൂ കേട്ടോ രാധികാമ്മ. വേണ്ട മോനെ ഇപ്പൊ ശരിയായി എന്ന് പറയണേ. അപ്പൊ ഗീതു പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അമ്മ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അല്ല മോളെ എനിക്ക് ശരിയായി എന്ന് പറയണേ. എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ, എങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയാൻ കേട്ടോ ഗീതു. ഓടിക്കേ, ഈ റൂമിന് ചുറ്റും ഒന്ന് ഓടിക്കേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഓടാതിരിക്കുമ്പോൾ കണ്ടോ വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ രാധികാമ്മ ഓടുകയാണ് കേട്ടോ. തിരിച്ചും അങ്ങനെ തന്നെ വേണം എന്ന് പറയുമ്പോൾ വീണ്ടും ഓടുകയാണ്. പിന്നെ കൈ പൊക്കി ഓടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ്. പിന്നെ ഇങ്ങനെ തിരിക്കുകയാണ് കേട്ടോ, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞിട്ട് ബെഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് കൈ പൊക്കി വിരലുകളൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഒക്കെ ഓക്കെയാണ് എന്നിട്ട് അമ്മ പറഞ്ഞത് ശരിയാണ്, അമ്മയ്ക്കിപ്പോൾ വേദന ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അമ്മയുടെ ആഗ്രഹം പോലെ എന്നാ ഞാൻ ഇവിടെ കിടക്കാന്ന് പറയുമ്പോഴേക്കും രേഖ പറയാണ്, വേണ്ട അമ്മയ്ക്ക് ഞാൻ കിടന്നോളാം, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. എങ്കിൽ പിന്നെ എല്ലാവരും പുറത്തേക്ക് വരൂ, കുറച്ച് വായു ഒക്കെ കയറട്ടെ, അമ്മ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. ആ സമയം ഇത് രേഖയോട് പറയുന്നുണ്ട്, പിന്നെ രേഖയേച്ചി നമുക്ക് ഇനി CPR വേണമെങ്കിൽ എന്നെ വിളിക്കണം, എന്നെ മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. അപ്പൊ ഗീത് വന്നിട്ട്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നൈറ്റ് ട്രിപ്പ് പോണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ഗ്യാസ് കാരണം ഉള്ള മൂഡും ഒക്കെ പോയി എന്ന് പറയട്ടോ ഗോവിന്ദ്. അത് ഞാൻ ഇടിച്ച് അപ്പ തന്നെ പറഞ്ഞു വിട്ടില്ല ഗ്യാസിനെ, പിന്നെ കണ്ണേട്ടന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ മനഃപൂർവ്വം ഇടിച്ചതാണോന്ന് എനിക്ക് സംശയമുണ്ട്, കണ്ണേട്ടന് അങ്ങനെ തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അപ്പോഴത്തെ ഒരു മട്ടുമാതിരിയും കണ്ടിട്ട് മനഃപൂർവ്വം ഇടിച്ചതുപോലെ എനിക്ക് തോന്നി എന്ന് പറയാം കേട്ടോ ഗോവിന്ദ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഗീത് പറയുന്നുണ്ട്, എനിക്കൊരു സമ്മാനം തരണമെന്ന് കണ്ണേട്ടന് ആഗ്രഹമുണ്ട്, ഇത് വേണമെങ്കിലും എന്നോട് എടുത്തോളാനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും നീ എടുത്തോ എന്ന് പറയാം കേട്ടോ. അല്ല ഞാൻ പറയാൻ പോകുന്ന സമ്മാനം കണ്ണേട്ടന് ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറന്നേക്കണം എന്ന് പറയണേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെ ആണെന്ന് പറയാം കേട്ടോ ഗോവിന്ദ്. അപ്പൊ ഗീത് പറയുന്നുണ്ട്, രഞ്ജുവിനെ കുറച്ചു കാലം ഇവിടെ നിർത്തണം എന്ന് പറയണേ. അപ്പൊ രഞ്ജുവിനെയോ എന്തിനാണ് എന്ന് ചോദിക്കണേ. അപ്പൊ പറയും, വിജയലക്ഷ്മി അമ്മയ്ക്ക് സംഗീത കച്ചേരി നടത്താൻ പുറത്തേക്ക് പോകണം എന്ന കാര്യം പറയുമ്പോൾ അവരുടെ ഒരു കാര്യം ഇവിടെ പറയണ്ട, അവരുടെ പ്രശസ്തി ഉയർത്തണമെന്ന് എനിക്ക് ഒരിക്കലും ഇല്ല, അവരങ്ങനെ പാട്ടുകാരി ആവേണ്ട എന്നൊക്കെ പറയാം കേട്ടോ. കലാകാരനും കലാകാരിയും അവരുടെ പ്രതിഭ കൊണ്ട് ജീവിക്കുന്നവരാണ്, ആ പ്രശസ്തി ഒരിക്കലും നശിപ്പിക്കാൻ നമ്മൾക്കാർക്കും ആവില്ല എന്നൊക്കെ പറയണേ. അപ്പോഴൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ചൂടാവാണ് കേട്ടോ.
ഇനി അവർക്ക് വേണ്ടി ഒരു കോംപ്രമൈസിന് ഞാൻ റെഡിയല്ല. രഞ്ജുവിനെ നീ ഇതിനു വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരും വേണ്ട എന്ന് പറയുമ്പോൾ വാക്കിന് വിലയുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചേ. എനിക്കിപ്പോ വാക്കിനൊന്നും വിലയില്ല എന്ന് പറയാം കേട്ടോ ഗോവിന്ദ്. എങ്കിൽ ഗോവിന്ദ് മാധവന്റെ ഭാര്യ ഗീതുവായി പറയുന്നത് രഞ്ജുവിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും എന്ന് പറയാം കേട്ടോ. എങ്കിൽ നമുക്ക് അതൊന്ന് കാണാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ രഞ്ജു നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കും. വിജയലക്ഷ്മി മാഡത്തിന്റെ ദല്ലാളായ നിന്നെ ഞാൻ വെറുക്കും എന്ന് പറയാം കേട്ടോ. എങ്കിൽ നമുക്കതൊന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഗീതു പോയി കിടക്കുകയാണേ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു ഗുഡ് നൈറ്റ് എന്ന് പറയണേ എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം കേട്ടോ ഗീതു. എന്നിട്ട് ഗോവിന്ദ് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്ര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് നിനക്കെന്താ ഇത്ര ജാട എന്ന് ചോദിക്കും. ഞാനേ വാക്കിന് വിലയില്ലാത്തവരോട് ഞാൻ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും കിടക്കാണ് കേട്ടോ. ഒന്നും പറയേണ്ടിയില്ലായിരുന്നു, ഇന്നത്തെ ദിവസം പോക്ക എന്ന് പറഞ്ഞിട്ട് ഛേ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ഗോവിന്ദ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് എനിക്ക് രോഗം, അതുകൊണ്ട് എനിക്ക് ഒരു പരിഭവവും പരാതിയും ഇല്ല. ഒരു കാര്യം മാത്രം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇറക്കാനിരിക്കുന്ന എൻ്റെ പേരക്കുട്ടിയുടെ മുഖം ഒന്ന് കാണാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം എന്നൊക്കെ പറയാം കേട്ടോ. അത്ര കാലം കൂടി എനിക്ക് ആയുസ് അനുവദിച്ച് തരണമെന്ന് ഞാൻ താണം കേണ് പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറയാം കേട്ടോ ദൈവത്തോട്. കഴിഞ്ഞതിന് ശേഷം പ്രിയ എണീറ്റ് വരികയാണ് കേട്ടോ അടുക്കളയിലേക്ക്. ആ സമയം വിലാസിനി എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ അമ്മ നേരത്തെ എണീറ്റ് എന്ന് ചോദിക്കുമ്പോൾ, ഉറങ്ങിയിട്ട് വേണ്ട മോളെ ഉണരാൻ. അതെന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ മോളുടെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ, നാളെ മോള് പോവല്ലേ, കാണാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കാണ്. എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ആക്കി, ഇനി പരിപ്പും പപ്പടവും പായസവും കൂട്ടിയിട്ട് ഒരു സദ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തിനാ ഇത്രയും വലിയ സദ്യവട്ടങ്ങളൊക്കെ, ഇവിടെ അതിന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കണേ. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ചൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന് പറയാം കേട്ടോ വിലാസിനി. അപ്പൊ പ്രിയ ചോദിക്കുന്നുണ്ട്, ഇന്നലെ വൈകിട്ട് മുതൽ അമ്മ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്, ഇന്നലെ പുറത്തു പോയി വന്നതിന് ശേഷമാണ് അങ്ങനെ, അമ്മ ഇന്നലെ എവിടേക്കാ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിലാസിനി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, അത് മോളെ എൻ്റെ ഒരു ഫ്രണ്ടിന് ബ്രെയിൻ ട്യൂമർ ആണ് എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അവരുടെ വേദന വേഗം മാറ്റി കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാം കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ഗോവിന്ദ് ഫ്രഷ് ആയി വരികയാണ് കേട്ടോ. അപ്പൊ ഗീതു ഇങ്ങനെ അവിടെ ചാരി നിൽക്കുകയാണ്. എന്നിട്ട് ചായ എടുത്തോണ്ട് കൊടുക്കുകയാണ്. എന്താ മുഖത്ത് കടന്നൽ കുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവരോടൊന്നും ഞാൻ സംസാരിക്കാറില്ല എന്ന് പറയണേ. എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കും. ഗോവിന്ദ് അപ്പുറത്ത് പോയി ഇരിക്കുന്നുണ്ട്. പോയോ, വിടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ പോവാണ് കേട്ടോ. ഗോവിന്ദ് പറയുന്നുണ്ട്, അവിടെയല്ല ഇവിടെ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഗോവിന്ദിനോട് ഗീതു പറയുന്നുണ്ട്, എനിക്ക് നീതി കിട്ടണം, രഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കുകയാണ്, ലോകത്തുള്ള എല്ലാവർക്കും നീതി കൊടുക്കുന്ന ആളല്ലേ, പിന്നെ എന്റെ കാര്യത്തിന് മാത്രം എന്താ നീതി തന്നാൽ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ രഞ്ജുവിനെ ഏൽപ്പിച്ചത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഇവിടെ നിന്ന് രാധികാമ്മയും പ്രിയയും എന്നോട് പറഞ്ഞിട്ടാണ്, അപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചൂടായത് എന്ന് പറയാം കേട്ടോ ഗീതുവിൻ്റെ അടുത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.